ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങളോടുള്ള ശുഭാപ്തി വിശ്വാസവും പ്രണയവും ആകർഷണവും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുകയില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വ്യക്തിയുടെ ഒരു കംപ്ലീറ്റ് ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം. ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ്. ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം അതിനേക്കാൾ മുമ്പ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ വ്യക്തിക്ക് സ്വയം പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ളത് സ്വന്തമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലാണ്. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ പലതരത്തിലുള്ളൊരു സിറ്റുവേഷൻസിലോട്ടൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പേഴ്സണും സ്വന്തമായിട്ട് പ്രാധാന്യം കൊടുക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കും ഈ പേഴ്സണ് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലും പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ പേഴ്സൺ. അതായത് സ്വന്തം ജീവിതത്തിനോട് പോലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. അത്തരം ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആദ്യത്തെ പ്രയോറിറ്റി അവനവന് തന്നെ ഏറ്റവും ആദ്യം കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് അവനവന് ആ ഒരു പ്രാധാന്യം കൊടുക്കണം, എന്നിട്ട് വേണം, എന്നാൽ മാത്രമേ അവനവന് ആദ്യം ഒരു വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവര് ഈ പേഴ്സണെ വില കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവര് ഈ വ്യക്തിക്ക് പ്രാധാന്യം നൽകുകയുള്ളൂ എന്നിങ്ങനെയുള്ള ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി സ്വന്തമായിട്ട് തന്നെ ആ ഒരു പ്രയോറിറ്റി സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന, അവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, മന്ത്രങ്ങളോ തന്ത്രങ്ങളോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ നോക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളെയും ആകർഷിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മറ്റു പല കാര്യങ്ങൾ, അതിപ്പോൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം. ഓക്കെ, ചിലപ്പോൾ സ്വന്തമായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം. അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം, ആ ഒരു മാനിഫെസ്റ്റേഷൻ, അതൊക്കെ ഈ വ്യക്തിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആദ്യമൊക്കെ ഇപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ വിജയം കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ആ ഒരു ശുഭാപ്തി വിശ്വാസം, കോൺഫിഡൻസ്, അങ്ങനത്തെ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, മര്യാദ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മര്യാദ ഇങ്ങോട്ട് കിട്ടും എന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റിയാണ്. അതായത് ഈ പേഴ്സൺ പല പ്രാവശ്യവും നിങ്ങൾക്ക് പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം, നിങ്ങൾ അങ്ങോട്ടേക്കായിരിക്കാം എപ്പോഴും പുറകെ പോയിരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഇപ്പൊ വിശ്വസിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇനി അങ്ങോട്ട് സ്നേഹം തരാം, അപ്പൊ ഇങ്ങോട്ടും, അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് സ്നേഹം തരും, നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും സ്നേഹം കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്
ഈ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്, അങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ആണ്, അതായത് ടൈം ആൻഡ് പ്രാക്ടീസസ് ആണ്. അതായത് പലപ്പോഴും ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ള പേടി കാണിക്കുന്നുണ്ട്. അതായത് വീട്ടുകാരെ പേടിക്കുന്നതാകാം, നിങ്ങളെ പേടിക്കുന്നതാകാം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ, പലതരത്തിലുള്ള ഒരു പലതരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് അത് പേടിയായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും തൻ്റെ ഇടത്തോടുകൂടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാല് ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് എന്നാണ്. ഇത് എപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ടെന്നും അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ പേഴ്സൺ ഇപ്പം അനാവശ്യമായിട്ടുള്ള പേടി, കാര്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, അത്തരം ചിന്താഗതികൾ, താഴ്ന്ന ചിന്താഗതികൾ, വിശ്വാസമില്ലായ്മ, സ്വന്തം കഴിവിൽ പോലും വിശ്വാസമില്ലായ്മ, ഈ റിലേഷൻഷിപ്പിൽ പോലും പലപ്പോഴും ഈ വ്യക്തി വിശ്വാസമില്ലാതെ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, ഇപ്പൊ ചില സമയത്ത് ഈ വ്യക്തി പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ എന്ന് പോലും എനിക്കറിയില്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസും ഒരു വിശ്വാസമില്ലായ്മയെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അങ്ങനെ പേടിച്ചിരുന്നിട്ടോ ഉറപ്പില്ലാത്ത രീതിയിൽ സംസാരിച്ചിരുന്നിട്ടോ കാര്യമില്ല, സ്വന്തമായി തന്നെ ഒരുങ്ങിയേ പറ്റൂ, സ്വന്തമായി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളും ചിന്താഗതികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ദ ഡിലൈറ്റ് എനർജിയാണ്, അതായത് ആനന്ദകരമായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഈ പേഴ്സൺ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അനാവശ്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് പോവുകയും ആങ്സൈറ്റിയിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ വ്യക്തി എങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയുക, അനാവശ്യമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക, ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളെല്ലാം തന്നെ ഈ വ്യക്തിക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ഒരു സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. സന്തോഷിച്ചാൽ എന്താണ്, സന്തോഷത്തോടെ മുന്നോട്ട് പോയാൽ എന്താണ്, ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്നുള്ളൊരു മെന്റാലിറ്റി ഈ വ്യക്തിക്ക് ഈയിടെയായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ലക്ഷണമാണ്. എ ലോങ് ടൈമാണ്, അതായത് ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഹങ്കാരമൊക്കെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഹങ്കാരമൊക്കെ കാണിച്ചിട്ട് ഈ വ്യക്തി ദൂരേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോഴാണ് ദേ കിടക്കുന്നു തേർഡ് പാർട്ടിയുടെ പാടം നോക്കിപ്പോയി, ഈ പേഴ്സൺ ഒറ്റക്കായി, ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ കൂട്ടുകാരുണ്ട് എന്നുള്ളൊരു അമിത വിശ്വാസത്തിൽ അവരുടെ ഒപ്പം പോയിട്ടുണ്ടാകാം, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെയാണ് ഈ വ്യക്തി ഓരോ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. മനസ്സിലായോ? അതായത് ഒരു ക്ലാരിറ്റിയിലേക്ക് വരാനും ഈ റിലേഷൻഷിപ്പ് കുറച്ചധികം ശക്തമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനും ഈ പ്രണയബന്ധത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും എല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ആ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ പോലും അവിടെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വരുന്നത്. ആ തിരിച്ചറിവുകളിലൂടെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനെയും പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത് തിരിച്ചറിവുകൾ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 5 ഓഫ് മിഖായേൽ ആണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ വ്യക്തിക്ക് നന്മ തരില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് അകന്ന് ഈ പേഴ്സൺ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല,
ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതിൽ നിന്നും തനിക്കൊന്നും കിട്ടാനില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വന്നിരിക്കുന്ന അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് മിഖായേൽ ഏഞ്ചൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഓവറോൾ എനർജി ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ്. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി കാലെടുത്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ചിലപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കാം, പഠിപ്പിക്കുന്ന ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോട് വളരെയധികം ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, വളരെ ഒരു ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സോൾ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.